ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ശ്യാമും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമിനോട് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ അഞ്ജലി ചേച്ചിനെ വിവാഹമോചനം ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് ബാധ്യതയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ശ്രുതി, നീ എന്താ പറഞ്ഞത്? ഞാൻ രാജകുമാരിനെ ഡിവോഴ്സ് ചെയ്യണമെന്നോ? അതെ, എങ്കിൽ മാത്രമല്ലേ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടോണ്ടിരിക്കണം മനോരമക്ക് വല്ലാത്ത ഷോക്ക് പോലെ ആവാട്ടോ. ശ്യാം പറയുന്നുണ്ട്, ശ്രുതി നീ പറഞ്ഞ ഞാൻ എന്ത് വേണം ചെയ്യാം, ഞാനപ്പോൾ അവളെ ഡിവോഴ്സ് ചെയ്യണം, അത്രയല്ലേ നിനക്ക് വേണ്ടു, ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നീ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാറിന് തീർച്ചയായിട്ടും വിശ്വസിക്കും. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അശ്വിൻ സായിറാമിൻ്റെ പണവും സ്വത്തുക്കളൊക്കെ ആയിട്ട് നമുക്കിവിടെ നാട് വിടണം, പുറത്തെവിടെയെങ്കിലും പോകണം, അതിനുശേഷം നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. അതേ ശ്രുതി, ഞാൻ സ്വപ്നം കാണുന്ന ജീവിതവും അതുതന്നെയാണ്. നിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണം, നമുക്ക് നമ്മുടെ കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കണം. അതെ, എനിക്കും അതുതന്നെയാണ് ഇഷ്ടം. ഷാംസാറിൻ്റെ കുട്ടികളെയാണ് എനിക്കിഷ്ടം. ഷാംസാറിൻ്റെ കൂടെ ജീവിച്ച് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. ഞാനിത് എപ്പോഴേ കാണുന്ന സ്വപ്നമാണെന്നറിയോ ശ്രുതി? നിന്നെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ കാണുന്ന സ്വപ്നമായത് നിന്നെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന്. അല്ലാതെ ആ മുടന്തിരെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് നരകമാണ്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യണം, എവിടെ പോവാ ശ്യാമേട്ട എന്ന് പറഞ്ഞ് സ്വൈര്യം തരില്ല തലക്ക് എന്ന് പറയണം. അത് കേൾക്കുമ്പോഴൊക്കെ ശ്രുതിക്ക് ദേഷ്യം വരും. പക്ഷേ ശ്രുതിയെ പിടിച്ച് അമർത്തി നിൽക്കും അവിടെ ദേഷ്യം. മനോരമയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. ശ്യാം പറയുന്നുണ്ട്, അവൾക്കൊരു അനിയനുണ്ട്, അശ്വിൻ സാറാം. അയാളുടെ വിചാരം അയാൾ എന്തോ വലിയ ആളാണെന്നാ. രണ്ടുപേരും കൂടി എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ മാത്രമേ ശ്രുതി ഉണ്ടാക്കുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കേണ്ടതാ ശ്രുതി എന്നൊക്കെ പറയാണ്. ശ്രുതി പണ്ട് എനിക്കറിയാലോ ശ്യാം സാർ. ആദ്യം എനിക്ക് ശ്യാം സാറിനെ കുറച്ച് ദേഷ്യം തോന്നി. അതെന്നെ പറ്റിച്ചത് കൊണ്ടിട്ടായിരുന്നു. എന്നെ വിവാഹ നിശ്ചയം നടത്തിയ സമയത്ത് ശ്യാം സാർ ഒരു ബാച്ചിലർ ആണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ശേഷമാണ് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവ് ശ്യാം സാറാണെന്ന് ഞാൻ അറിയണത്. ആ സമയത്ത് എന്നോട് ദേഷ്യം കൊണ്ടാണ് ശ്യാം സാറോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. പക്ഷേ ഇപ്പം എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ആ ദേഷ്യമൊക്കെ മാറി ഇപ്പം പ്രണയം മാത്രമേ ഉള്ളൂ എനിക്ക് ശ്യാം സാറിനോട്. മുമ്പ് ഉണ്ടായതിനേക്കാളും ഒരുപാട് പ്രണയം. എനിക്കും ശ്യാം സാറിനെ ആദ്യമേ കണ്ടപ്പോഴേ ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കല്ലേ അശ്വിൻ സാറും കയറി വന്നത്. അയാൾക്കാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു വാശി. എന്താണ് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ ചേച്ചിയുടെ അതുപോലെ തന്നെ അനിയൻ്റെ കുടുംബജീവിതം കുളം തോണ്ടണം. അതേ ശ്രുതി, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ ശ്യാം സാർ എന്ന് ശ്രുതി പറയാണ്. ഇതൊക്കെ കേട്ട് മനോരമ ആകെ വിഷമിച്ചിരിക്കാട്ടോ. ഈശ്വര, എൻ്റെ അഞ്ജലി ബേബിനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കുവാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂ ഈശ്വര. അതെ, ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇവർ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ഇല്ല, ഈ കുടുംബം നശിക്കാൻ പാടില്ല. കുഞ്ഞനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അഞ്ജലി മോളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതെ, എത്രയും പെട്ടെന്ന് അഞ്ജലി മോളെ ഈ കാര്യങ്ങൾ വിവരങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് മനോരമ വേഗം നിലത്തേക്ക് ഓടുവാണ്. മുത്തശ്ശിക്കണ്ടേ, എന്താ മനോരമ നീ എവിടേക്കാ മനോരമ ഈ ഓടിച്ചാടി നടക്കണത്? അമ്മേ എവിടെ അഞ്ജലി ബേബി എവിടെയെന്ന് ചോദിക്കുകയാണ്. അവള് അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. ഓ, ഇവളുടെ ഒരു കാര്യം, അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ല അവള്. സമയം ഉച്ചയാവാനായല്ലോ, ഇന്ന് പൂജയും കാര്യങ്ങളുള്ളത് നിനക്കറിയില്ലേ? ഓ, ഒരു അത്യാവശ്യ കാര്യം പറയാന്ന് വെച്ചാൽ കാണത്തുമില്ല. എന്താ മനോരമ കാര്യം? എന്താ നീ എന്നോട് പറ. അമ്മയടുത്ത് പണ്ട് കാര്യമില്ല, എനിക്ക് അഞ്ജലി മോളെ കാണണം. ഏത് അമ്പലത്തിലാണ് പോയേക്കണത്? അത് കുഴപ്പമില്ല, ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് മനോരമ ഫോൺ എടുക്കുകയാണ്. ശേഷം ഫോണിൽ ഡയൽ ചെയ്യുന്നുണ്ട്. അപ്പം അഞ്ജലി ആ സമയത്ത് അമ്പലത്തിലായിരിക്കും കേട്ടോ. അവിടെ ഇങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ വിളിക്കുന്നത്. അപ്പോൾ അഞ്ജലി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ആൻറ്റി കേൾക്കുന്നില്ലേ? മോളെ നീ ഏത് അമ്പലത്തിലാണെന്ന് ചോദിക്കുകയാണ്. ആൻറ്റി ഞാൻ ഈ അമ്പലത്തിൽ. ആൻറ്റി എനിക്കൊന്നും കേൾക്കുന്നില്ല, എനിക്കൊന്നും അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് മോളെ. അയ്യോ, എനിക്കൊന്നും കേൾക്കുന്നില്ല ആൻറ്റി, ഞാൻ പിന്നെ വിളിക്കാം, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് അഞ്ജലി. മനോരമയാണെങ്കിൽ ഇതെങ്ങനെ പറയും, എനിക്കങ്ങനെ ഒരു സമാധാനമില്ല, എത്രയും പെട്ടെന്ന് അറിയിക്കണം. അതെ, അത് തന്നെ ബെസ്റ്റ് മാർഗം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നേരെ പോകാം അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി ഓടുവാട്ടോ മനോരമ. നേരെ പോണത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലെ ഓരോരോ പടികൾ ഇങ്ങനെ ചവിട്ടി അമ്പലത്തിന് അതായത് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് മനോരമ. ആകെ ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് പരവേശം എടുത്തിട്ടാണ് മനോരമ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും അഞ്ജലി വരുന്നത്, എന്താ ആൻറ്റി എന്താ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം വന്നത്? അല്ലാതെ പിന്നെ എനിക്ക് നിങ്ങളുടെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ പോരുന്നോ? ആൻറ്റിക്ക് എന്താ ഇത്ര അത്യാവശ്യം? എന്താ ആൻറ്റി, എന്താ പ്രശ്നം? മോളെ അഞ്ജലി മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താണ്. എന്താ ആൻറ്റി കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുകയാണ്. ഇനി പറ ആൻറ്റി, എന്താ പ്രശ്നം? മോളെ ഞാൻ പറഞ്ഞത് കേട്ട് നീ വിഷമിക്കരുത്, തളർന്നു പോകരുത്. എന്താ ആൻറ്റി, എന്താണെങ്കിലും പറഞ്ഞോ. നീ ഇത് അറിഞ്ഞില്ലെങ്കിൽ ആകെ നഷ്ടമായി പോകും. നിൻ്റെ കുടുംബജീവിതം, നമ്മുടെ കുഞ്ഞിൻ്റെ കുടുംബജീവിതം, നമ്മുടെ കുടുംബം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ മോളെ നിന്നോട് പറയണത്. ആൻറ്റി കാര്യം പറ മോളെ. അത് നീ ദൈവത്തെ പോലെ കാണുന്ന നിൻ്റെ ഭർത്താവുണ്ടല്ലോ, ശ്യാമേട്ടൻ. ശ്യാം നിന്നെ
പറ്റിക്കാം മോളെ എന്ന് പറയാണ്. അപ്പോഴേക്കും അഞ്ജലി പൊട്ടിച്ചിരിക്കുകയാണ്. ആൻറ്റിക്ക് ഇത് എന്ത് സംഭവിച്ചു? എന്തൊരു സ്വപ്നം കണ്ടോ? അതോ വല്ല സിനിമാ കഥയാണോ പറയണത്? മോളെ, ഞാൻ ഇത്രയും ദൂരം നിന്നെ അന്വേഷിച്ച് വന്നു, ഇവിടെ വന്ന് നിന്ന് ഇത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ സത്യം പറയണത്, ശ്യാം നിന്നെ പറ്റിക്കുകയാണ്. ശ്യാമും ശ്രുതിയും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട്, അവർക്ക് നേരത്തെ പരിചയമുള്ളതാ എന്ന് പറയാണ്. അഞ്ജലി പറയുന്നുണ്ട്, എൻ്റെ ആൻറ്റി ഇത് ആൻറ്റിനെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ എന്തോ പറയണതാ, അല്ലെങ്കിൽ ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമേടനും കൂടി ആൻറ്റിനെ വെറുതെ വട്ട് കളിപ്പിക്കാൻ വേണ്ടി ചെയ്യണതായിരിക്കും. എൻ്റെ അഞ്ജലി മോളെ, നീ ഒന്ന് ശ്രദ്ധിക്ക്, ഞാൻ പറഞ്ഞത് നീ ചെവി കൊണ്ട് കേൾക്ക്. നോക്ക്, ശ്രുതി ശ്യാമിനോട് പറഞ്ഞതാ നിന്നെ ഡിവേഴ്സ് ചെയ്യണം, നിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. ശ്യാമും പറഞ്ഞു എനിക്ക് ആ മുടന്തീനെ വേണ്ട, എനിക്കും നിന്നെ മതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവർ ചേർന്ന് നിൽക്കണത് ഞാൻ കണ്ടതാന്ന് പറയണം. ആ സമയത്ത് അഞ്ജലിയുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. ശേഷം മനോരമ ചോദിക്കുന്നുണ്ട്, നീ തന്നെ ശ്രദ്ധിച്ചു നോക്ക് മോളെ, ഈ ഒരാഴ്ചയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഭാവവ്യത്യാസം ശ്യാമിൻ്റെ ഭാഗത്ത് നിന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്യാമും ശ്രുതി സംസാരിക്കണതൊക്കെ നീ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് അഞ്ജലി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കണത്. വേറൊന്നുമല്ല, ശ്രുതി ഇങ്ങനെ ശ്യാമിന് പായസം കൊടുക്കാൻ പോയ രംഗവും പിന്നെ കഴുത്തിൽ അത് കെട്ടിക്കൊടുത്തതും പിന്നെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പുറത്തേക്ക് ഒരുമിച്ച് ഇറങ്ങിപ്പോയി സംസാരിക്കണതോ അങ്ങനെ പല കാര്യങ്ങളും അപ്പോഴാണ് അഞ്ജലിക്ക് മനസ്സിലാവണത്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ മിണ്ടാതെ കണ്ണൊക്കെ നിറയുമ്പോൾ മനോരമ പറഞ്ഞു, മോളെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം, വീട്ടിൽ വെച്ച് പറഞ്ഞാലും ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവരെത്രയും പെട്ടെന്ന് നമ്മുടെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയിട്ട് അവർ ഇവിടുന്ന് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പറയാണ്. നമ്മുടെ അഞ്ജലിക്കാണെങ്കിൽ ആകെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കട്ടെ. അഞ്ജലി അപ്പം തന്നെ അവിടെ തളർന്ന് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന പോലെ ആവാണ്. അതേസമയം നമ്മുടെ ഗുണ്ടകളുടെ അടുത്ത് നിന്നിട്ട് നമ്മുടെ അശ്വിനെ ഭയങ്കര വിശ്വാസമാട്ടോ. കാരണം ആ ഒരു പേപ്പറിൽ അങ്ങനെ എഴുതി കൊടുത്തേ പിന്നെ അശ്വിനെ ഭയങ്കര വിശ്വാസമാണ്, ശ്രുതി വരും എത്രയും പെട്ടെന്ന് രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അശ്വിൻ അവിടെ നിന്ന് ഇങ്ങനെ പുഷപ്പൊക്കെ ഇങ്ങനെ എടുക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ ഗുണ്ട ചോദിക്കണ്ടേ, നീ എന്താടി കാണിക്കണത്? നീ മരിക്കാൻ പോവാണ്, നീ എന്തിനാ ഈ പുഷപ്പും ആരോഗ്യമൊക്കെ നോക്കണത് എന്ന് പറയാണ്. ഇല്ല, ഞാൻ ഇനിയാണ് ശരിക്കും കളി തുടങ്ങാൻ പോണത്. നിങ്ങളുടെ ബോസിനോട് പറഞ്ഞേക്ക് ഇനി അശ്വിൻ സാറാം ആരാണെന്ന് അയാൾ അറിയുമെന്ന്. അതെ, ഞങ്ങളുടെ ബോസിനെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്, നിന്നെ സ്പോട്ടിൽ അയാൾ ഇല്ലാതാക്കും. എങ്കിലും നിങ്ങളുടെ ബോസിനടുത്ത് നേരിട്ട് വരാൻ പറ, അപ്പോൾ ഞാൻ പറയാം ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ പുഷപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കട്ടോ. കാരണം അശ്വിൻ അറിയാം ശ്രുതി എങ്ങനെയെങ്കിലും അവിടെ വരും എന്നുള്ള ധൈര്യം ഉണ്ട് അശ്വിന്. ആ ധൈര്യത്തിന് പുറത്താണ് അശ്വിൻ അങ്ങനെ ചെയ്യണത്. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സച്ചി വരുന്ന ഭാഗം കാണിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അധികം നീട്ടലൊന്നുമില്ല, നാളെ അല്ല മറ്റന്നാളെ ആകുമ്പോഴേക്കും സച്ചി വരുന്നുണ്ട്. അങ്ങനെ സച്ചി അശ്വിനെ രക്ഷിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ കഥ ശരിക്കും മാറുന്നത്. ശരിക്കും കഥ തുടങ്ങുന്നത് അപ്പം മുതലാണ് കേട്ടോ. അതായത് അശ്വിനും ശ്രുതിയും ജീവിച്ചു തുടങ്ങുന്നത് അതായത് മറ്റന്നാൾ മുതലാണ്. ഈ ശ്യാമും ആണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് പറയില്ലേ, അതിനുശേഷമാണ് ശ്രുതിയും അശ്വിനും ശരിക്കും പറഞ്ഞാൽ ജീവിച്ചു തുടങ്ങുന്നത്. അത് മാത്രമല്ല, നമ്മുടെ അശ്വിൻ്റെ ഒരു അടിയുണ്ട് നമ്മുടെ ശ്യാമിൻ്റെ മുഖത്തിട്ട്. പിന്നെ അയാളുടെ കോളറെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇട്ട് തള്ളും. ആ സമയത്ത് ശ്യാം അഞ്ജലിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ആ നോട്ടം കാണുമ്പോൾ അഞ്ജലിയുടെ മനസ്സിലറിയാം ഇയാൾ ചതിയനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അഞ്ജലി ആ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത്. വേണ്ട, ഇയാളിൻ്റെ ജീവിതത്തിൽ വേണ്ടാന്നൊരു തീരുമാനം അഞ്ജലി എടുക്കുക കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ പഴി കേൾക്കാൻ വേണ്ടത് ശ്രുതി തന്നെയാണ് കേട്ടോ. അത് 2-3 ദിവസം മാത്രമേ ഉള്ളൂ, അതുമ്പോഴേക്കും അതങ്ങോട്ട് മാറിക്കോളും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.